ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഓരോ വ്യക്തിക്കും ജീവിതം അനുഗ്രഹീതമാക്കാൻ സാധിക്കും എന്ന് ഭഗവത്ഗീത തെളിയിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതം പാടെ മാറ്റിമറിക്കാൻ ഗീത നമുക്ക് വലിയൊരു വഴി കാട്ടിയിരിക്കും. നാം കരുതിയ ജീവിതമല്ല ഗീത കാണിച്ചു തരുന്ന ജീവിതം. നാം കൊണ്ടു നടക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പൊതുസമൂഹം എങ്ങനെ ജീവിക്കുന്നു അതാണ് ജീവിതം. കാറൽ മാർക്സ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന് 3 ആവശ്യങ്ങളേ ഉള്ളൂ: വസ്ത്രം, ആഹാരം, വസ്ത്രം, പാർപ്പിടം. എന്നാൽ കാറൽ മാർക്സിന് ഒരിക്കലും മനുഷ്യൻ്റെ മനസ്സിനെ കാണാൻ പറ്റിയില്ല. മനസ്സൊരിക്കലും എന്ത് കിട്ടിയാലും തൃപ്തിയാവാത്തതെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അതുകൊണ്ടോ അദ്ദേഹം ചിന്തിച്ച ചിന്തയിൽ നിന്നൊക്കെ അപ്പുറം കടന്നു കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ഉൾക്കൊണ്ട രാജ്യങ്ങളൊക്കെ. കാരണം വേറൊരു ഭാഗത്ത് സമ്പത്തും സമൃദ്ധിയും വരുമ്പോൾ ഇവിടെ മനുഷ്യൻ ഒരു വസ്ത്രത്തിലോ 2 വസ്ത്രത്തിലോ 3 വസ്ത്രത്തിലോ തൃപ്തനാവുന്നില്ല. ഇന്ന് നമുക്ക് ഒരു പക്ഷേ പട്ടിണിയിൽ കഞ്ഞി കിട്ടിയാൽ മതിയോ, പക്ഷേ ക്രമേണ ഡിമാൻഡുകൾ കൂടും. പിന്നെ അവന് ബിരിയാണി വേണം, അത് വേണം, ഇത് വേണം. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനുണ്ടോ, ആശയ്ക്കുണ്ടോ അവസാനം? ഇതൊക്കെ കാറൽ മാർക്സൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഭാരതീയർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ലളിതമായ ഭജഗോവിന്ദത്തിൽ പറഞ്ഞു, മനുഷ്യൻ്റെ ആശയ്ക്കൊരിക്കലും അവസാനമില്ല. അംഗം കലിതം പലിതം തുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചതി ആശാപിണ്ഡം. ആശാപാശം അല്ലെങ്കിൽ ആശാപിണ്ഡം. വൃദ്ധൻ വടികുത്തി നടക്കുകയാണ്, എന്നിട്ടും മനസ്സിൽ ഒരുപാട് ഇനിയും ആഗ്രഹങ്ങളാണ്, ആശകളാണ്, സ്വപ്നങ്ങളാണ്. അതിനെ ഇല്ലാതാക്കാൻ ഒരു ഇസത്തിനും സാധ്യമല്ല. അപ്പം മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്ന ആ ഒരു ശക്തിയെ കാണാതെ എന്ത് ഇസങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം കാലയവനികയ്ക്കുള്ളിൽ മറയും. കാര്യം മനുഷ്യൻ ജീവിക്കുന്നത് അവൻ്റെ മനസ്സുകൊണ്ടാണ്. മനുഷ്യന് അവൻ്റെ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ജീവിതത്തെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ആരാ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ പറഞ്ഞ ഏവ മനുഷ്യാണാം ബന്ധമോക്ഷയോ കാരണം ബന്ധമോക്ഷയോ. മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ് അവൻ്റെ എല്ലാറ്റിനും കാരണം. ഏത് പുരാണങ്ങളെടുത്ത് നോക്കൂ, അതിലൊക്കെ മനസ്സിനെക്കുറിച്ചാണ് പ്രതിപാദ്യം. അർജുനനോട് തന്നെ കൃഷ്ണൻ പറഞ്ഞു തുടങ്ങുന്നത്, ഗീത തുടങ്ങുന്നത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയം എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് മിടിക്കുന്ന ഹാർട്ടല്ല. ഇവിടെ ഹൃദയം എന്നതുകൊണ്ട് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് മനസ്സ് എന്നാണ്. കാരണം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സെൻറ്റർ ഓഫ് അവർ പേഴ്സണാലിറ്റി ഇസ് മൈൻഡ്. കാരണം മനസ്സ് മുതലാണ് നാം ലോകത്തോട് ഇടപഴകുന്നത്. ദാറ്റ് ഈസ് ദ കോർ, ദാറ്റ് ഈസ് ഹാർട്ട്, ദാറ്റ് ഈസ് ദ സെൻറ്റർ. അവിടെ മുതലാണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും തുടങ്ങുന്നത്. കാരണം മനസ്സിൽ വിചാരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് പോലും മനസ്സിലെ ചിന്തകളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ വായ കൊണ്ടാണ് സംസാരിക്കുന്നത് തോന്നുകയാണെങ്കിലും വാസ്തവത്തിൽ ഈ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാണ് നമ്മുടെ ശബ്ദത്തിലൂടെ. ശബ്ദം എന്നത് ഉള്ളിലുള്ള ചിന്തകളെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഉപാധി മാത്രമാണ്. അതുകൊണ്ട് അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലില്ലാത്തൊരു ഭാഷ നിങ്ങളൊന്ന് സംസാരിക്കുന്നാൽ, നിങ്ങൾക്ക് തൊണ്ടയുണ്ടല്ലോ, ശബ്ദമുണ്ടല്ലോ, നിങ്ങൾക്ക് പല ശബ്ദങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് യഥാർത്ഥ രൂപത്തിൽ പറയണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ചിന്തകൾ ഉണ്ടാവണം. അപ്പോൾ ആ ചിന്തകളിലൂടെയാണ് നിങ്ങൾ ലോക വ്യവഹാരം ചെയ്യുന്നത്, അല്ല തൊണ്ടയിലൂടെയല്ല. തൊണ്ട വെറും ഒരു ഉപകരണം മാത്രമാണ്. നമ്മളൊരു മൈക്കിൻ്റെ മുന്നിലിരുന്ന് പറയുമ്പോൾ മൈക്കൊരു ഉപകരണം മാത്രമാണ്. ശബ്ദം കേൾക്കുന്നവർക്കോ മൈക്കിലൂടെ ആരോ സംസാരിക്കണമെന്ന്, എന്നാലും മൈക്കിലൂടെ ആരോ സംസാരിക്കണമെന്ന് പറയും. ഇതുപോലെ തൊണ്ടയിലൂടെ ആരോ സംസാരിക്കണം. ആരാ സംസാരിക്കുന്നത്? നിങ്ങളെന്ന വ്യക്തിത്വം മനസ്സുപയോഗിച്ച് സംസാരിക്കുകയാണ്. ആ മനസ്സാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ വ്യക്തിത്വമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിത്വത്തെ, ആ മനസ്സിനെ അറിയാതെ നിങ്ങൾ എന്ത് തന്നെ ഇസമുണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം അതെല്ലാം വെറും സൂപ്പർഫിഷ്യലാണ്, ബാഹ്യമാണ്. ഉള്ളിൽ
ആഗ്രഹങ്ങൾ കെട്ടടങ്ങാത്തിടത്തോളം കാലം മനുഷ്യന് എന്ത് പുറമേ കിട്ടിയിട്ട് എന്താ കാര്യം? മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ബുദ്ധദേവൻ പറഞ്ഞു, ആഗ്രഹമാണ് സകല ദുഃഖത്തിനും കാരണം. അദ്ദേഹം മനസ്സിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. അവിടെയാണ് മനുഷ്യൻ അറിയേണ്ടത്. അപ്പം ഈ മനസ്സ് എന്ന് പറയുന്നത് അനവധി ചിന്തകളുടെ ഒരു കൂടാരം, ഒരു തേനീച്ചക്കൂട് പോലെ. ആ ചിന്തകളിലൊക്കെ സ്വാർത്ഥനിഷ്ഠമാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് വളരെയധികം തമോ ഗുണം, ആലസ്യമുള്ളതാണ്. അല്ലെങ്കിൽ അത് വളരെയധികം അസ്വസ്ഥമാണ്. ഒരുപാട് ആലോചനകൾ, ഒരുപാട് അനാവശ്യ ചിന്തകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ഈ തരത്തിലൊക്കെ ഉള്ള ഒരു കലങ്ങി മറഞ്ഞ മനസ്സ്. അപ്പോൾ മനസ്സിൽ അനവധി ചിന്തകളുള്ള ഒരാൾക്ക്, അനാവശ്യമായ പ്രശ്നങ്ങൾ ചിന്തിക്കുന്നവർ, ഉത്കണ്ഠകളുള്ളവർ, വളരെയധികം ആലസ്യമുള്ളവർ, വളരെയധികം സ്വാർത്ഥനിഷ്ഠന്മാർ, എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടം, എൻ്റെ സ്പേസ്, എൻ്റെ ലോകം, എൻ്റെ അങ്ങനെ ചിന്തിക്കുന്നവർ, ഇവരുടെയൊക്കെ ജീവിതം വളരെ വിഷമമായിരിക്കും. നിങ്ങളിനി എത്ര വലിയ സമ്പന്നതയിൽ ജനിച്ചാലും ജീവിച്ചാലും നിങ്ങൾക്ക് സൗകര്യം കിട്ടിയാലും നിങ്ങൾ മനസ്സുകൊണ്ട് നരകത്തിലാണ്. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പം നിങ്ങൾ ആ സുഖം എന്ന് പറയുന്നത് വെറും പെരിഫറിയിൽ കാണുന്ന ഒരു എയർ കണ്ടീഷൻ റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിലോ നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളിലോ ആണ് നിങ്ങൾ സുഖം കാണുന്നത്. അതൊക്കെ താൽക്കാലികം, വെറും താൽക്കാലികം. എന്നും അതുപോലുള്ള സൗകര്യങ്ങൾ പ്രകൃതി തന്നോളം എന്നില്ല, അല്ലെങ്കിൽ ചുറ്റുപാടിൽ കിട്ടിക്കോളം എന്നില്ല. എന്നും നമുക്ക് ബാഹ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഒരു നിമിഷം മതി ഇതെല്ലാം തകിടം മറിയാൻ. നോക്കൂ, ഇന്ന് വളരെയധികം എ സിയും മറ്റൊക്കെ ഇട്ട് ജീവിച്ച് ശീലിച്ച ആളുകൾക്ക് ഒരു 4 ദിവസം കറണ്ട് പോയാലുള്ള ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരിക്കലും ഒരു ആർട്ടിക്കിൾ വായിക്കണ്ടായി. ഇത് സംഭവിച്ച് ന്യൂയോർക്കിലാണ്. അമേരിക്കൻ പട്ടണത്തിൽ ഒരിക്കലും ഒരു കാലത്തും കറണ്ട് പോയിട്ടില്ല. നമുക്കിവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, അവിടെ ഒന്നും പോകുന്ന പ്രശ്നമില്ല. അത്ര ഒരു വെൽ ബാക്കപ്പുള്ളൊരു സ്ഥലമാണ് അതൊക്കെ. ഒരു സ്ഥലത്ത് അവർ റിപ്പയറിങ് നടത്തുന്നെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് അവർ പവർ എത്തിച്ച് അങ്ങനെയൊക്കെ അവർക്ക് ഒരുപാട് ടെക്നോളജിയും ഒരുപാട് റിസോഴ്സും ഉണ്ട്. എന്നാൽ അവിടെ ഒരിക്കലുണ്ടായ സുനാമി, അടിച്ച് വീശിയ കാറ്റ് ന്യൂയോർക്ക് നഗരത്തെ നിശ്ചലമാക്കി. ആഴ്ചകളോളം കറണ്ടില്ലാതെ അവർക്ക് ഇരിക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കൂ. അതും കൊട്ടും തണുപ്പിലാണ് സംഭവിച്ചത്. അങ്ങനെ എത്രയോ ആളുകൾ മരിക്കുകയും ചെയ്തു അവിടെ. അവർക്ക് ഈ തണുപ്പ് കാലം വന്നാൽ റൂമെല്ലാം ഹീറ്റ് ചെയ്യണം, കറണ്ട് ഉണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്യാസ് സംവിധാനം, ഇവിടെ വാഹനങ്ങളൊന്നും ഓടിക്കാൻ പറ്റില്ല. കാരണം റോഡ് മുഴുവൻ കാറ്റടിച്ച് മരങ്ങൾ വീണിട്ട് ഗ്യാസുമില്ല, വെള്ളവുമില്ല, കറണ്ടും ഇല്ല. ഇവിടെ കേരളത്തിൽ ഉള്ളവർക്ക് മനസ്സിലായില്ലേ, ഒരു 2-3 വർഷം മുമ്പ് സുനാമി ആഞ്ഞടിച്ചപ്പോൾ, മഴയും ഡാമും തുറന്ന് വിട്ടപ്പോൾ നാം കറണ്ടില്ലാത്ത, ഗ്യാസില്ലാത്ത, ടോയ്ലറ്റും അടുപ്പും അടുക്കളയും ഒക്കെ ഒരേ ലെവലിലായിട്ട് മനുഷ്യൻ നരകം കണ്ടില്ലേ? അപ്പം നാം പ്രകൃതിയിലെ എന്തൊക്കെ സുഖ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും പ്രകൃതിക്കതെല്ലാം തകർക്കാൻ നിമിഷങ്ങളോ ദിവസങ്ങളോ മാത്രം മതി. അതാണ് ലോകം. പക്ഷെ മനസ്സിനെ താളം തെറ്റിക്കാൻ പ്രകൃതിക്ക് സാധ്യമല്ല. ഒരു ലങ്കോട്ടിയും എടുത്ത് ഹിമാലയത്തിൽ എവിടെയൊക്കെയോ ഇരുന്ന് ആനന്ദത്തിൽ രമിക്കുന്ന സന്യാസിവര്യന്മാർ ഇന്നുമുണ്ട് ഭാരതത്തിൽ. നിങ്ങളൊന്ന് ഹിമാലയം വരെ പോയി നോക്കണം. ഇന്നും നിങ്ങൾക്ക് കാണാം പല പുണ്യ സ്ഥലങ്ങളിൽ. കാശിയിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് നോക്കൂ. ഒരു വസ്ത്രം മാത്രം ഉടുത്തുകൊണ്ട് അങ്ങനെ ധ്യാനനിരതരായി ആരെന്ത് തരും എന്ന് പോലും ആലോചിക്കാതെ കിട്ടിയതിൽ അങ്ങേയറ്റം സംതൃപ്തരായിട്ടിരിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഭാരതത്തിൽ അനവധി സ്ഥലങ്ങളല്ല, വൃന്ദാവനത്തിൽ ധാരാളം. ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വൃന്ദാവനത്തിൽ പോയപ്പോൾ ഒരു വിദ്യാഭ്യാസമുള്ള പയ്യൻ, അവൻ വിദ്യാഭ്യാസമുള്ളൊരു ചെറുപ്പക്കാരൻ വൃന്ദാവനത്തിലൊരു ആശ്രമത്തിൽ സേവനത്തിന് വന്നിരിക്കുകയാണ്. അവൻ ആനന്ദത്തിലാണ്, വളരെ ആനന്ദം. അങ്ങനെ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് വലിയ ജോലി, നല്ല ചെറുപ്പക്കാരൻ, കണ്ടാൽ തന്നെ സുന്ദരൻ, സുമുഖൻ, നല്ല പെണ്ണിനെ കിട്ടും, വേണമെങ്കിൽ നല്ല ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയൊക്കെ ഉള്ള, ഒന്നിനും കൊള്ളരാത്ത പയ്യനൊന്നുമല്ല, കഴിവുള്ളൊരു പയ്യൻ അവിടെ സേവ ചെയ്തിട്ട് അതിലാനന്ദം. ഇപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് വന്നിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എനിക്ക് എന്തോ ഒരു പരമാനന്ദം തരുന്നു.
അപ്പോൾ അയാൾ അവിടെ വന്ന് അയാളവിടെ താമസിക്കുമ്പോൾ അവിടെ ആശ്രമക്കാർ റൂമൊക്കെ കൊടുത്ത് അയാളാണെങ്കിൽ അവിടെ എല്ലാ സേവയിലും മുഴുകി, വേറൊന്നും വേണ്ട, ഭക്ഷണം കിട്ടിയാലും സന്തോഷം, ഇല്ലെങ്കിലും സന്തോഷം. ആ ഒരു തരത്തിലൊക്കെയുള്ള ആളുകളെ നമുക്ക് കാണാൻ ഇന്നും സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയാം അവരൊക്കെ എക്സെപ്ഷൻ അല്ലല്ലേ? അല്ല, ധാരാളമുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് ജീവിതം ആസ്വദിക്കണോ? അതാണ് ചോദ്യം. എങ്കിൽ അതിന് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം, മനോഭാവം മാറ്റണം, മനസ്സിനെ ശരിയാക്കണം. അല്ലാതെ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ IAS കാരനാവട്ടെ, IPS കാരനാവട്ടെ, CA കാരനാവട്ടെ, നിങ്ങൾ ഏത് ജോലിക്കാരനാവട്ടെ, ഡസൻറ്റ് മാറ്റർ. ഇഫ് യുവർ മൈൻഡ് ഈസ് സോ നെഗറ്റീവ്, വെരി ലിമിറ്റഡ്, അല്ലെങ്കിൽ വെരി കൺജസ്റ്റഡ്, അത് വെരി നാരോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങളെ തൃപ്തരാക്കാൻ സാധ്യമല്ല. അപ്പം മനസ്സൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, മനസ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പം ആ വഴിയാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ആ ശ്ലോകം നമുക്കൊന്നുകൂടി വായിക്കാം, എന്നിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം. 19ാം ശ്ലോകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചരാം അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. തസ്മാദസക്ത സതതം, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശബ്ദം അസക്ത, അസക്തനായിക്കൊണ്ട്, ആസക്തിയില്ലാതെ. ഗാന്ധിജി ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. എത്ര കോൺഗ്രസ്സുകാർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല, എത്ര കോൺഗ്രസ്സുകാരിത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഗവൺമെൻറ്റുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഗാന്ധിജിയോട് അല്പം ബഹുമാനം ഉണ്ടെങ്കിൽ, ലേശമെങ്കിലും അദ്ദേഹത്തിനൊരു പ്രതിമയിൽ ഒതുക്കി നിർത്താതെ അദ്ദേഹം എഴുതിയ ഭഗവത്ഗീത വ്യാഖ്യാനം കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, ചങ്കൂറ്റമുണ്ടോ? അതിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ആസക്തിയില്ലാത്ത, ആസക്തി നിർമുക്തമായ, ആസക്തിയിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആസക്തിയില്ലാത്തൊരു ജീവിതം നമുക്ക് വരണം. ആസക്തി എന്നാൽ എന്താണ്? ആസക്തിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? മനുഷ്യന് ആസക്തി എന്നാൽ ഇന്നതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും, ആകർഷണത്വം എന്ന് പറയും. അപ്പം മനുഷ്യന് മനസ്സിന് ആകർഷണമുള്ളത് ഏതിനോടൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക് ആകർഷണമുള്ളത് തമോ ഗുണത്തോടുണ്ട്, ആലസ്യത്തോട്. വെറുതെ ഇരിക്കുന്നതിൽ ആലസ്യം കാണുന്നവർ, സുഖം കാണുന്നവരുണ്ട്. അതിനോടൊരു ആകർഷണം, വെറുതെ ഇരിക്കുക. രണ്ടാമത് ആസക്തിയുള്ളത് നമുക്ക് സുഖം തരുന്ന, നമ്മുടെ മനസ്സിനൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്ന സാധന സാമഗ്രി, പ്രത്യേകിച്ച് ഇന്ന് മൊബൈൽ, വാട്സാപ്പ് ചാറ്റിംഗ്, അതുപോലുള്ള സാധനങ്ങൾ, യൂട്യൂബോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ, അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനോടൊക്കെ ഉള്ളൊരു ആസക്തി ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയാണത്. മൂന്നാമത്തത് എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം. ആ എൻ്റെ സുഖം എന്ന ആ ഒരു സ്വാർത്ഥതയോട് നമുക്ക് വളരെ ആസക്തിയുണ്ട്, അട്രാക്ഷനുണ്ട്. അപ്പം മനുഷ്യൻ്റെ മനസ്സെപ്പോഴും തൻ്റെ തമോ ഗുണത്തിലും, ലേസിനെസ്സിലും, ലതാർജിയിലും, തൻ്റെ ഇഷ്ടങ്ങളിലും, അതേപോലെ തന്നെ തൻ്റെ സുഖം തരുന്ന സാമഗ്രികളും വസ്തുക്കളൊക്കെ ഉള്ള ലോകത്തിലാണ്. അപ്പോൾ എന്തിനാ കൃഷ്ണൻ ഇവിടെ ആസക്തിയില്ലാതെ ജീവിക്കൂ എന്ന് പറയുന്നത്? കാരണം തമോ ഗുണമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ പറ്റില്ല. തമോ ഗുണം എപ്പോഴും വികസനത്തിനെതിരാണ്. അതെപ്പോഴും നമ്മളെ ആലസ്യത്തിലേക്കും അത് ക്രമേണ നമ്മുടെ കഴിവില്ലായ്മയിലേക്കും മാറ്റും. ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിനെ പറ്റിയ പരാജയം അതായിരുന്നു. കമ്മ്യൂണിസം പരാജയപ്പെട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസം പരാജയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയും കേരളത്തിൽ കമ്മ്യൂണിസം ജയിച്ചിട്ടുണ്ടോ? കേരളത്തിൽ കമ്മ്യൂണിസം അല്ല ജയിച്ചത്. നിങ്ങൾ ശരിക്കും നോക്കൂ, കേരളത്തിൽ കമ്മ്യൂണിസം ജയിച്ചിട്ടുണ്ടോ എന്ന്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഈ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഒന്ന് അങ്ങോട്ട് ഒഴിവാക്കും. കമ്മ്യൂണിസം മാത്രം ഒന്ന് ഭരിക്കാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇലക്ഷന് നിൽക്കട്ടെ, അപ്പോൾ നോക്കാം കമ്മ്യൂണിസം ഉണ്ടോ കേരളത്തിൽ എന്നുള്ളത്. ഇന്ന് ഒരുപാട് ഘടക കക്ഷികളുടെ സപ്പോർട്ടിലാണ് കമ്മ്യൂണിസം നിൽക്കുന്നത്. ഞാൻ പാർട്ടിയെക്കുറിച്ച് പറയല്ല, പാർട്ടി സംസ്കാരത്തെക്കുറിച്ച് പറയല്ല, പക്ഷേ ഈ കമ്മ്യൂണിസം എന്നൊരു ആശയത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ, കേരള കോൺഗ്രസിൻ്റെ ഘടകമുണ്ട്, അവർക്ക് കമ്മ്യൂണിസം ഉണ്ടോ? അതുപോലെ തന്നെ
പല ചെറിയ 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 കുഞ്ഞു പാർട്ടികൾ നമ്മൾ 5 വിരൽ ചേർന്ന പോലെയാണ്, കൈ എന്ന് പറഞ്ഞ പോലെയാണ്, ചെറുതും വലുതൊക്കെ കൂടി ചേർന്നതാണല്ലോ പാർട്ടി. അപ്പം ഇതിലെത്ര കമ്മ്യൂണിസം ഉള്ളവരുണ്ട്? ഇനി കമ്മ്യൂണിസ്റ്റുകളിൽ തന്നെ നിങ്ങൾ നോക്കൂ, എത്ര പേര് ശരിക്കും കമ്മ്യൂണിസം ഉൾക്കൊണ്ട്? കാരണം നാളെ ഇവർക്ക് അധികാരം കിട്ടിയില്ലേ ഇവർ പാർട്ടി മാറും. അത്രയുള്ളവർ അധികാരങ്ങളൊക്കെ എന്താ പറയുക, പാർട്ടിയോടൊക്കെ ഉള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരത്തോടുള്ള അവരുടെ താല്പര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, മനുഷ്യനെ സമര സ്വഭാവമുള്ളവരാക്കി ആലസ്യത്തിലേക്ക് നയിച്ചത് കൊണ്ടായിരിക്കാം കമ്മ്യൂണിസം ലോകത്തിൽ ഒറ്റപ്പെട്ടത്. കാരണം ആലസ്യത്തിന് ഒരിക്കലും വികസനം ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് ബംഗാളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? കാരണം ബംഗാളികളൊക്കെ വെറും ബീഡിയിലും കള്ളിലും മാത്രം ഒതുക്കി അവരെ വോട്ട് ബാങ്കുകളാക്കി മാറ്റിയപ്പോൾ അവർക്ക് ലോക വികസനം കണ്ടപ്പോഴാണ് അവർ മനസ്സിലായത് വി ആർ വെരി പുവർ, വി ആർ വെരി ബാക്ക് എന്നുള്ളത്, ബിഹൈൻഡ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അവർക്ക് പാവം ജീവിക്കണം. അപ്പം ലോകത്തെ കാണാതെ വെറും നമ്മൾ ആലസ്യത്തിൽ സമരം ചെയ്യുക, എല്ലാം പൂട്ടിയടയ്ക്കുക, എല്ലാം അടച്ചു തീർക്കുക, എല്ലാറ്റിനും എഗെയിൻസ്റ്റായിട്ട് സമരം ചെയ്താൽ നിങ്ങൾ ഒരു കാലത്ത് കമ്മ്യൂണിസം ചെയ്ത പടികളൊക്കെ കണ്ടില്ലേ? എല്ലാ ടെക്നോളജിക്കെതിരായി അവർ, കമ്പ്യൂട്ടറൈസേഷനെതിരായി, മെക്കാനിക്കൽ ഡെവലപ്മെൻറ്റ്, എന്താ പറയുക, ഇൻഡസ്ട്രിയലിസത്തിനെതിരായി, എല്ലാം എതിരായി അവർ സമരം ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ നേതാക്കന്മാർ പോലും ലാപ്ടോപ്പും ഐപാഡും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത്. കാരണം അവർക്ക് പോലും അങ്ങനെ ജീവിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നോക്കൂ, നമ്മൾ റേഷൻ കടകളിൽ പോയി പ്രിൻ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ട ടെക്നോളജിയുടെ ലോകത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തന്നെ എന്താ പറയുക, ഒരു ബുക്കില്ലാതെ ഡീൽ ചെയ്യാൻ പറ്റുന്നു. മൊബൈലിൽ കൂടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിഎമ്മോ, അങ്ങനെ പല രീതിയിൽ ഇന്ന് ടെക്നോളജി അത്ര ഡെവലപ്പ് ചെയ്തു പോയി. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ നാം പോയിട്ടില്ലെങ്കിൽ അതാണ് ഭാരതത്തിൻ്റെ ഒരു വലിയ ശാപം. ചൈന വളർന്ന് വികസിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പോയില്ല. അതുകൊണ്ട് ചൈനയിൽ നിന്ന് ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോഴും ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പുറകോട്ട് പോകുന്നതിന് കാരണം ഇവിടെ ഈ സിന്ദാബാദും ഇവിടെ ഈ സമരം പ്രോഗ്രസ്സിനെതിരായി രാഷ്ട്രീയ പാർട്ടികൾ നിന്നു. ഇപ്പോഴാണ് തലതിരിഞ്ഞത്. ഇപ്പം മനസ്സിലായി, പ്രോഗ്രസ്സിനെതിരെ നിന്നാൽ ജനങ്ങൾ കുറേ കഴിഞ്ഞാൽ ആശയമല്ല, അവർക്ക് ആമാശയാണ് വലുത്. ആശയം കുറേ കഴിഞ്ഞാൽ അവരെറിയും. കാരണം വിശക്കുന്നവൻ എന്താ ആശയം? സ്വാമി വിവേകാനന്ദജി പറഞ്ഞ പോലെ വിശക്കുന്നവനോട് വേദാന്തം പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ അവന് ജീവിക്കണം. അപ്പോൾ അവൻ ജീവിക്കാൻ പ്രയത്നിക്കണമെങ്കിൽ അവിടെ ഇൻഡസ്ട്രി വേണം, ഡെവലപ്മെൻറ്റ് വേണം, ആരെങ്കിലും തൊഴിൽ കൊടുക്കണം. എല്ലാം പൂട്ടിയടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെയാണ് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ മനസ്സിലായി, ഇന്ന് കമ്മ്യൂണിസത്തിന് മനസ്സിലായി. ഇന്ന് കമ്മ്യൂണിസം തെറ്റിദ്ധരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കമ്മ്യൂണിസത്തിൽ നിന്നും മാറി ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, അതായത് മനുഷ്യൻ ആലസ്യത്തിൽ ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല. ആലസ്യത്തിൽ ജീവിച്ചോ നിങ്ങൾ പുറകോട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ മുഴുവൻ പിന്നോട്ട് പിന്നെ നിങ്ങൾ അസൂയപ്പെടരുത് മറ്റുള്ളവരുടെ വളർച്ചയിൽ. കാരണം യു ഹാവ് സ്റ്റോപ്ഡ് യുവർ പ്രോഗ്രസ്. നിങ്ങൾ ആലസ്യത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ആലസ്യം ഒരു കമ്മ്യൂണിസമാണ്. കാരണം നിങ്ങളെ പുറകോട്ട് നയിക്കുന്ന, നിങ്ങളെ പിന്തിരിപ്പനാക്കുന്ന, നിങ്ങളെ എന്താ പറയുക, പ്രോഗ്രസ്സിനെതിരാക്കി നിർത്തുന്ന ഒരു ദുർബല വികാരമാണ് തമോ ഗുണം. അപ്പം നിങ്ങളുടെ ആദ്യത്തെ ശത്രു തമോ ഗുണമാണ്. അതിനോട് ആസക്തി ഉണ്ടാവരുത്, അതിനോട് ഒരു കോംപ്രമൈസും ഉണ്ടാവരുത്. ആ ആസക്തി ഒഴിവാക്കാനാണ് കൃഷ്ണൻ നമ്മളോട് പറഞ്ഞത്, ബ്രാഹ്മേ മുഹൂർത്ത ഉത്തായ. രാവിലെ നേരത്തെ എണീറ്റ് ശീലിക്കണം. എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെ രാവിലെ അധികം കിടന്നുറങ്ങാൻ അനുവദിക്കരുത്. കാരണം അത് ആലസ്യ ജീവിതമാണ്. ആ ആലസ്യ ജീവിതം നാളെ അവരുടെ ഹോൾ ലൈഫിനെ ബാധിക്കും. അവർക്കൊരിക്കലും ഒരു വർക്കിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം രാവിലത്തെ ആ ഊർജം തന്നെ മനുഷ്യന് ഡള്ളായി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മുഴുവൻ പോക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ എന്ത് എൻജിനീയറിങ് കഴിഞ്ഞാൽ നോക്കൂ, കുത്തിയിരുന്ന് ബൈഹാർട്ട് പഠിച്ച് ഏത് പൊട്ടനും എൻജിനീയറിങ് പാസ്സാവാം. അതിൽ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു വലിയ സംഭവമാണെന്ന്. ഒരു എൻജിനീയറിങ് പാസ്സാവുന്നിടത്തല്ല. പക്ഷേ ജോലി സ്ട്രെസ്സില്ലാതെ കൊണ്ട് നടക്കുന്നവർ, ജോലിയിൽ വളരെ പ്രഷറില്ലാതെ കൊണ്ട് നടക്കുന്ന, അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ സ്ട്രെസ്സും പ്രഷറുമാണ് നാളെ അവരെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത്. അനാവശ്യമായ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പണി തീരും, സ്ട്രോക്ക് അടിക്കും. നിങ്ങളുടെ മക്കളൊരു 10-60 വയസ്സാകുമ്പോഴേക്കും പാർക്കിൻസണും വന്ന് അല്ലെങ്കിൽ അൽഷൈമേഴ്സും വന്ന് കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അവർ രാവിലെ കിടന്നുറങ്ങട്ടെ. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ബ്രാഹ്മേ മുഹൂർത്തവുത്തായ, രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം. അപ്പോൾ രാത്രി നേരത്തെ കിടന്നുറങ്ങണം. ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത്?
നിങ്ങൾ അവരോട് പറയാം, നിങ്ങൾ ഹോസ്റ്റലിൽ പോയി നിൽക്കും, ഇത് ഈ വീട് നിങ്ങൾക്ക് പറ്റിയതല്ല, യു ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്. അങ്ങനെ മക്കൾ പറഞ്ഞാൽ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ അടിമകളായിട്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ ഹോസ്റ്റലിൽ പോകും, നിങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കൂ. അപ്പം നോക്കാൽ അവരുടെ ജീവിത സാഹചര്യം മാറുന്നത്. കാരണം ഞാൻ ഇതൊക്കെ നിങ്ങളോട് വെറുതെ പറയല്ല. ഞാൻ 2-3 വർഷം ചിന്മയയിലൊക്കെ അസോസിയേറ്റ് ചെയ്തിരുന്ന സമയത്ത് ചിന്മയ പല്ലാവൂരിൽ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. അവിടുത്തെ ആചാര്യനായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിലെ മകൻ, അവൻ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. അവസാനം അവനെ ചിന്മയെ കൊണ്ടാക്കി. അവിടെ രാവിലെ 6 മണിക്ക് 5:30 മണിക്ക് പ്രയറുണ്ട്. ഇപ്പം ഞാൻ അവിടെ ഉള്ള സമയത്ത് ഞാൻ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു 2-3 ദിവസം അവിടെ വരും. ബാക്കി കോളേജിൽ ക്ലാസ് എടുക്കേണ്ടതുകൊണ്ട് അവിടെയും കുറച്ച് ദിവസം നിൽക്കും, പാലക്കാട്. അപ്പോൾ ഇവിടെ ഈ 2-3 ദിവസം ഇവിടെ ഞാൻ കൃത്യം എൻ്റെ സമയം 5:30 എന്നുണ്ടെങ്കിൽ 5:30. അതാണ് ചിന്മയിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അതാണ് ഏറ്റവും ചിന്മയുടെ മഹത്വം. ഒരു ഡിസിപ്ലിൻ ഉണ്ട് എല്ലാറ്റിനും. 5:30 എന്ന് പറഞ്ഞാൽ 5:30 തന്നെയാണ്. അത് 5:29 അല്ല, 5:31 അല്ല. ആ രീതിയിലൊരു ടൈം ഷെഡ്യൂൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ അവിടെ വരുമ്പോൾ ഈ പയ്യൻ വളരെ ലേറ്റായിട്ടേ വരുള്ളൂ. അവസാനം ഇവൻ വരാത്ത ലേറ്റാവുന്ന ദിവസമൊക്കെ ഇവന് എന്തെങ്കിലും ചെറിയ ചെറിയ പണിഷ്മെൻറ്റ്, ഗീതയിലെ ആദ്യത്തെ ഒരു അധ്യായം എഴുതുക, 2ാമത്തെ അധ്യായം എഴുതുക, ഇങ്ങനെ ശിക്ഷ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവനിതൊക്കെ എഴുതിയിട്ട് സമർപ്പിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് അവനെ ഭക്ഷണം കഴിക്കാൻ അവന് ലാസ്റ്റേ കൊടുക്കുള്ളൂ. അപ്പോൾ അവനെല്ലാവരും ഒരു മുന്നിൽ അവനിങ്ങനെ ഒറ്റപ്പെടുന്നതായിട്ട് തോന്നി. അപ്പോൾ അവന് ക്രമേണ ഒരു കുറ്റബോധം. പിന്നെ അവനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ക്രമേണ അവന് മനസ്സിലായി, ശരിയാണ്, ഞാനിങ്ങനെ പുറകോട്ട് പോകരുത്, എല്ലാവരും മുന്നിലേക്ക് പോകുമ്പോൾ ഞാനും മുന്നോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് അവനത് മാറ്റിയെടുത്ത്. പിന്നെ ഞാൻ അവിടെ നിന്ന് പോരാൻ നേരത്തെ അവൻ വളരെ ബ്രില്യൻ്റായിട്ട്, വളരെ മിടുക്കനായിട്ട് മാറുന്ന കാഴ്ച കാണാൻ പറ്റി. അപ്പം മിക്കവാറും കുട്ടികളുടെ ശീലങ്ങൾ കേടുവരുന്ന വീടുകളിൽ നിന്നാണ്. കാരണം ആ വീട്ടിൽ നിന്ന് വളർത്തിയെടുത്ത ശീലത്തിലാണ് ആ കുട്ടി അങ്ങനെ പെരുമാറിയത്. അതുകൊണ്ട് കുട്ടികളെ വളർത്തുമ്പോൾ അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, രാത്രി 10 മണി എന്നുള്ളൊരു സമയത്ത് ദേ ഷുഡ് നോട്ട് റീഡ്. നിങ്ങളവർ ആ സമയത്ത് പഠിക്കാതെ ജീവിച്ചാൽ മതി. അങ്ങനെ പറയും, സമയത്ത് പഠിക്കുക, അല്ലെങ്കിൽ എനിക്ക് രാത്രി പഠിച്ചാലേ ഓർമ്മ നിൽക്കുള്ളൂ എന്ന്. രാത്രി അവർ ഉണർന്നിരിക്കുന്നത് പ്രകൃതി അനുകൂലമായ സാഹചര്യമല്ല. കാരണം അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറഞ്ഞ സമയമാണ്. ആ സമയത്ത് ഉണർന്നിരിക്കുന്നത് കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരം വലിച്ചെടുക്കാൻ, ലങ്സ് വലിച്ചെടുക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പം നമ്മൾ കുറഞ്ഞ ഓക്സിജൻ ഉള്ള സമയത്ത്, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ശരീരത്തിന് ഓവർ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ താളം തെറ്റിക്കും. പ്രകൃതിയിൽ എല്ലാവരും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മനുഷ്യനും ജീവിക്കുന്നത്. പക്ഷിമൃഗാദികൾ വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ കൂടണഞ്ഞ് അവർ റെസ്റ്റ് എടുക്കുന്നു. രാവിലെ പുലർച്ചയ്ക്ക് അവർ എണീറ്റ് ആക്റ്റീവ് ആവുന്നു. കാരണം അവർ പ്രകൃതിയുമായൊരു താളത്തിലാണ്. അപ്പം മനുഷ്യനെന്താ താളം പറ്റില്ലേ? മനുഷ്യൻ ആ താളം തെറ്റിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രോഗികളാണ്. അപ്പം നമ്മൾ ആ താളം മനസ്സിലാക്കണം. പ്രകൃതിയിലെല്ലാം കെട്ടടങ്ങുമ്പോൾ അത് തന്നെയാണ് ഇംഗ്ലീഷുകാർ പഠിപ്പിച്ചു കൊടുത്തത്. എയർലി ടു ബെഡ്, എയർലി ടു റൈസ് മേക്സ് മാൻ ഹെൽത്തി വെൽത്തി എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആ കുട്ടികൾ വയസ്സാവണമെന്നുണ്ടെങ്കിൽ, വയസ്സല്ല വയസ്സ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ അതർവൈസ് ആവും, ഇത്രയേ ഉള്ളൂ. വയസ്സാവണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 10 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ഒക്കെ ഓഫ് കഴിഞ്ഞു. പിന്നെ അവിടെ ലൈറ്റ് ഓണില്ല. രാവിലെ ഒരു 4:30-5 മണി. ഞാനിതൊക്കെ നിങ്ങളോട് വെറുതെ പറയില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സാധിക്കും. അപ്പം സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പം ആലസ്യം എന്നതാണ് ഏറ്റവും വലിയ ശത്രു. ഈ ആലസ്യം എന്താണ്? പകൽ കുറേ കിടന്നുറങ്ങുക, രാത്രി കുറേ ഉണർന്നിരിക്കുക. അത് മാറ്റണം. ഒരു ഡിസിപ്ലിനിലേക്ക് ജീവിതം വരണം, കൃത്യനിഷ്ഠയിലേക്ക് വരണം. അപ്പം അതിനോട് ആസക്തി ഉണ്ടാവരുത്. ഏതിനോട്? രാത്രി ഉണർന്നിരിക്കുന്നതിലും രാവിലെ അമിതമായി കിടന്നുറങ്ങുന്നതിലും ഒരു ആസക്തി ഉണ്ടാവരുത്. അങ്ങനെ ആസക്തിയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷേ ജീവിതം ഉണ്ടാവില്ല. ചുമരില്ലാത്തടത്ത് എഴുതേണ്ടി വരും, ആരോഗ്യമില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരും. എന്നും ടെൻഷനും സ്ട്രെസ്സും രോഗവുമായിട്ട്, മൈഗ്രെയിനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് മതിയെങ്കിൽ അങ്ങനെ ജീവിച്ചോളൂ. അതല്ല ഭഗവാൻ പറയണം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അതിന് കോംപ്രമൈസ് ചെയ്യരുത്. എനിക്ക് രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളതാണ്, കുട്ടികളെ നിങ്ങൾ കോംപ്രമൈസിന് വിട്ടു കഴിഞ്ഞാൽ നാളെ നിങ്ങളാണ് അവരെ വഴിതെറ്റിച്ചതെന്ന് പറയും. നിങ്ങളാണ് അവർക്ക് വഴി കാണിക്കേണ്ടത്. കാരണം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അച്ഛനമ്മമാരങ്ങനെയായിരുന്നു. സന്ധ്യയ്ക്ക് വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് വീട്ടിലെത്തണം. അതൊരു റൂളായിരുന്നെങ്കിൽ അത് ആ റൂള് നമ്മൾ അനുസരിച്ചുകൊണ്ടാണ് നമുക്ക് അച്ചടക്കം ഉണ്ടായത്. അപ്പം നമുക്ക് ചിലത് അനുസരണം വേണം. അപ്പം ഇന്ന് കുട്ടികൾ ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കില്ല പറഞ്ഞാൽ നിങ്ങൾ കൊള്ളരുതാത്ത രക്ഷിതാക്കളായി.
നിങ്ങളും പട്ടികളും തമ്മിൽ എന്ത് വ്യത്യാസം? അവരും കുറേ എണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഇത് വെറും എന്താണ്, മനുഷ്യൻ്റെ ഒരു മാംസത്തിലുള്ള ബന്ധമാണത്. അത് ഹൃദയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെന്തർത്ഥമുണ്ട്? അതുകൊണ്ട് മാംസത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ, പരിവർത്തനം ഉണ്ടാക്കണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ചില ഡിസിപ്ലിൻ ഉണ്ടാവണം. രാത്രി 10 മണിക്ക് ശേഷം വീട്ടിൽ ഒരു കാരണവശാലും ഇരുന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. കാരണം അത് ശരീരത്തിന് കേട് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെല്ലാം കൊതുകിനെ പേടിച്ച് വാതിലൊക്കെ കൊട്ടി അടച്ച് നമ്മൾ കിടക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നമ്മുടെ റൂമുകളിൽ കെട്ടിക്കിടക്കുക. ആ സമയത്ത് ഉണർന്നിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിന് രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ശരീരത്തിന് നല്ല റെസ്റ്റ് വേണം. ഈ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുന്നത്? റെസ്റ്റ് ഇല്ലാത്ത ശരീരത്തിനാണ് കൂടുതൽ രോഗങ്ങൾ കുറേ ദിവസമെങ്കിലും നിലനിന്നത്. അപ്പം അതിന് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കണം. അപ്പം എന്താ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏർലി ടു ബെഡ്, അത് ശീലിച്ചെടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാനത് വളരെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അസക്തനായി കൃഷ്ണൻ ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി വെക്കണം. ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം തസ്മാത് അസക്ത സതതം എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തോട്, ആലസ്യത്തോട് ആസക്തി ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അതിനോടൊരു ആകർഷണം, അതാണ് ശരിയെന്നൊരു തോന്നലുണ്ടാവരുത്. ഇപ്പം രാത്രി വളരെ ലേറ്റായിട്ടും പകൽ വളരെ ലേറ്റായിട്ട് എണീക്കുന്നതും ആ ഒരു ശീലം മാറ്റണം. ഒരു ഊർജ്ജമുള്ള ജീവിതം വേണമെങ്കിൽ, ഉത്സാഹമുള്ള ജീവിതം വേണമെങ്കിൽ കാലത്ത് നേരത്തെ എണീക്കണം. ഏർലി മോർണിംഗ് നാം ശീലിക്കണം. 5 മണി ബ്രഹ്മമുഹൂർത്തം, അതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ കൂടുതൽ മനസ്സിലാക്കാം. ഇനി 14-ാം അധ്യായം വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണൻ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്നും ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഗീത വെറുതെ ഒരു പുസ്തകമല്ല, അത് ജീവിത പരിവർത്തനത്തിൻ്റെ വലിയ സന്ദേശമാണ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്നും ജീവിതം ഉൾക്കൊള്ളാം. ഒന്നാമത്തെ കാര്യം തസ്മാത് അസക്ത സതതം, തമോ ഗുണത്തോട് നിങ്ങൾക്ക് ആലസ്യമുണ്ടാവാതിരിക്കട്ടെ. രാത്രി അമിതമായി ഉണർന്നിരിക്കാതെ, രാവിലെ അമിതമായി കിടന്നുറങ്ങാതെ ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ വയ്ക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഊർജമുള്ള, ഉന്മേഷമുള്ള, ഉത്സാഹമുള്ള ഒരു ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃഷ്ണൻ പറയുകയാണ്. ഇനിയും ഈ അസക്ത എന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നമുക്കതെല്ലാം അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.